സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തായ്ലാൻഡിലേക്ക് ഒരു യാത്ര. തായ്ലാൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലേക്ക് കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള ഫ്ലൈറ്റ് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇതിനും കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് തായ് എയർ ഏഷ്യ വിമാനത്തിൽ രാവിലെ 5 മണിക്ക് ബാങ്കോക്ക് DMK എയർപോർട്ടിലെത്തി. തായ്ലാൻഡിലെ രാവിലത്തെ 5 മണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രാവിലത്തെ 3:30 മണിയാണ്. ഏകദേശം 1.5 മണിക്കൂർ പുറകിൽ. കൈവശം ഇരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സമയം ഓട്ടോമാറ്റിക്കായി ഇന്ത്യൻ സമയം തായ്ലൻഡ് സമയമായിക്കൊള്ളും. ആയില്ലെങ്കിൽ ഫോൺ സെറ്റിംഗ്സ് മാറ്റിക്കൊടുത്താൽ മതി. ബാങ്കോക്ക് എയർപോർട്ടിലെ എമിഗ്രേഷൻ നടപടികളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഒരു തായ്ലാൻഡ് ഫോൺ സിം എടുത്തു. അത് അത്യാവശ്യമാണ്. കാരണം ഓല, ഊബർ പോലെ നാട്ടിലെ ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷനുകളെ പോലെ തന്നെ തായ്ലൻഡിൽ ബോൾട്ട്, ഗ്രാബ് എന്നീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തായ്ലൻഡിലെ ഫോൺ നമ്പർ തന്നെ വേണം. രാത്രികാലങ്ങളിൽ നഗരമൊക്കെ ചുറ്റിക്കറങ്ങണമെങ്കിൽ എന്തായാലും ടാക്സിയുടെ ആവശ്യം വരും. ഓൺലൈൻ ടാക്സിയാണ് ഉചിതം. പകരം നമ്മൾ സാധാരണ ടാക്സി വിളിച്ച് പോകേണ്ടി വന്നാൽ ഒരുപാട് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഫോൺ സിം ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഞങ്ങളുടെ യാത്ര നേരെ പട്ടായ സിറ്റിയിലേക്ക്. നേരത്തെ പറഞ്ഞുറപ്പിച്ച ടാക്സിയിലായിരുന്നു യാത്ര. 150 കിലോമീറ്റർ ദൂരമുണ്ട്. 2 മണിക്കൂർ സമയമെടുത്തു. ഉച്ചയ്ക്ക് 2 മണിയോട് മാത്രമേ ഹോട്ടൽ ചെക്ക് ഇൻ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ പട്ടായയിലെ ശ്രീരാജ ടൈഗർ പാർക്കിലേക്ക് പോയി. അവിടെ നിന്ന് തന്നെ നല്ല സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. രുചികരമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ക്രോക്കഡൈൽ ഷോ, മുതലകളുടെ ത്രില്ലിംഗ് പ്രകടനം. മുതലകളുടെ തുറന്നിരിക്കുന്ന വായിലേക്ക് ട്രെയിനർമാരുടെ ആ തലകയറ്റൽ ഒത്തിരി പേടിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്തു. ഷോയ്ക്ക് ശേഷം മുതലകളോടൊത്ത് ഫോട്ടോ എടുക്കാൻ സൗകര്യമുണ്ട്. ആഗ്രഹമെങ്കിൽ എൻട്രി പാസിനൊപ്പം അതിനുള്ള ടിക്കറ്റ് പ്രത്യേകം എടുത്തിരിക്കണം. ക്രോക്കഡൈൽ ഷോയ്ക്ക് ശേഷം ടൈഗർ ഷോ. നാട്ടിൽ സാധാരണ കാണുന്ന സർക്കസ് പോലെ തോന്നിയുള്ളൂ. ക്രോക്കഡൈൽ ഷോ പോലെ അത്ര രസകരമായി തോന്നിയില്ല. പക്ഷേ
ഷോയ്ക്ക് ശേഷമുള്ള ഫോട്ടോ സെഷൻ ത്രില്ലിംഗ് ആയിരുന്നു. ഷോകൾ രണ്ടും കഴിഞ്ഞതോടെ ഹോട്ടൽ ചെക്ക് ഇൻ സമയമായി. നേരെ ഹോട്ടലിലേക്ക്. ഹോട്ടലിൽ ചെന്ന് ഫ്രഷായി. ഡ്രൈവറുടെ സംസാരത്തിൽ നിന്നും സമയക്കുറവ് മനസ്സിലാക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഹോട്ടലിലും ഡ്രൈവറോടുമൊക്കെ ആശയവിനിമയം ഒരു വിഷയം തന്നെയാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ കുറവാണ്. അഥവാ അറിയാമെങ്കിൽ പോലും അവരുടെയും നമ്മുടെയും ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വളരെ വ്യത്യസ്തമാണ്. അവർ ഭൂരിഭാഗവും സംസാരിക്കുന്നത് അവരുടെ തായ് ഭാഷയിലാണ്. ആംഗ്യഭാഷ കൊണ്ടും അല്പസ്വല്പ ഇംഗ്ലീഷ് കൊണ്ടും പിടിച്ചു നിന്നുവെന്ന് മാത്രം. ഹോട്ടലിൽ നിന്നിറങ്ങി നേരെ ബിഗ് ബുദ്ധ ടെമ്പിളിലേക്ക്. ഇവിടുത്തെ ഏകദേശം 90% ആൾക്കാരും ബുദ്ധമത വിശ്വാസികളാണ്. തായ്ലൻഡിൽ 40,000-ഓളം ബുദ്ധമത ദേവാലയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്നുള്ള പട്ടായ സിറ്റിയുടെ കാഴ്ച വളരെ മനോഹരമാണ്. വ്യൂ പോയിന്റ് കണ്ടിറങ്ങി ഇനി നേരെ 6:30 ആരംഭിക്കുന്ന അൽക്കാസർ ഷോ കാണാനായിരുന്നു യാത്ര. ഒരു തിയേറ്റർ കൾച്ചറൽ ഷോയാണ് അൽക്കാസർ ഷോ. ഇവരുടെ ഡാൻസ് പ്രോഗ്രാമാണ് അൽക്കാസർ ഷോയുടെ ഹൈലൈറ്റ്. അവർ വിളിക്കുന്നത് കണ്ടില്ലേ? അവരോടൊപ്പം ഫോട്ടോ എടുക്കാനാണ് വിളിക്കുന്നത്. വെറുതെ അല്ല, അവരുടെ പണം തായ് ഭാഗത്ത് നൽകണം. ഷോയ്ക്ക് മുൻപും ഷോയ്ക്ക് ശേഷവും ഇതുപോലെ അവർ തിയേറ്ററിന് പുറത്തു വന്ന് നിൽക്കും. ഫോട്ടോ എടുപ്പിലൂടെ പണം സമ്പാദിക്കലാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ഇനി രസകരമായ ഒരു കാര്യം പറയട്ടെ, ഇവരൊന്നും സ്ത്രീകളല്ല. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇത് പറഞ്ഞപ്പോൾ എന്നോടൊപ്പം വന്ന സുഹൃത്ത് എന്നെ ഒന്നെങ്കിലും അടിക്കും. എത്ര പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ എന്നോട് വഴക്കടിച്ചു കൊണ്ടുവന്ന സുഹൃത്ത് ഷോയ്ക്ക് ശേഷം ഇടയ്ക്ക് അവരിൽ ഒരാൾ വിഗ്ഗെടുത്ത് മാറ്റി കാണിച്ചപ്പോഴാണ് സുഹൃത്ത് ദീർഘനിശ്വാസം വിട്ട് എന്നെ ഒന്ന് നോക്കി കാര്യം സമ്മതിച്ചത്. സുഹൃത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കായാലും വിശ്വാസം വരില്ല. ഇവരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സാണ്. തായ് രീതിയിൽ ലേഡി ബോയ്സ് എന്ന് വിളിക്കും. പക്ഷെ അവരുടെ ഡാൻസ് ഷോകളൊക്കെ വളരെ ആകർഷണീയമായിരുന്നു. പ്രകാശവൽകൃതമായ വേദി, ഭംഗിയേറിയ വസ്ത്രധാരണങ്ങൾ, സംഗീതം, നൃത്തം, സ്റ്റേജ് ഡെക്കറേഷൻ എന്നിവയൊക്കെ വളരെ വളരെ മനോഹരമായിരുന്നു. നൃത്ത സംഗീത പരിപാടികളുടെ മനോഹരമായ സംയോജനം, അതിശയകരമായ ഗ്രാഫിക്സും ലൈറ്റിങ്ങുമൊക്കെ എടുത്തു പറയേണ്ടതാണ്. പട്ടായ നഗരത്തിൽ നിന്നും 10 മിനിറ്റ് സമയം കൊണ്ട് ഷോ നടക്കുന്ന തിയേറ്ററിലെത്താം. വൈകിട്ട് 5 മണി മുതൽ 10:30 വരെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഷോകൾ ഇവിടെ നടക്കുന്നുണ്ട്.
ടിഫാനി ഷോ പോലെ ഇതിന് സമാനമായ ഷോകൾ നഗരത്തിലെ മറ്റ് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. 1-ാം ദിവസത്തെ തായ്ലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 2-ാം ദിവസത്തെ വിശേഷമായി ഇനിയും കാണാം. ഉറക്കത്തിനായി ഞങ്ങൾ ഹോട്ടലിലേക്ക് വേഗം തിരിച്ചെത്തി. കഴിഞ്ഞ രാത്രി ഫ്ലൈറ്റിലെ ഉറക്കം ഒട്ടും ശരിയായില്ല. നന്നായിട്ട് ഉറങ്ങണം. ഓക്കെ, ഗുഡ് നൈറ്റ്.